everyone, it's me Savitha Charles from Puthurans. നമ്മൾ ഇന്ന് കാണുന്നതും പ്രിന്റഡ് ജോർജറ്റിൽ വന്നിട്ടുള്ള നാലാമത്തെ വീഡിയോ ആണ്. ഡിഫറെന്റ് ഫ്ലവേഴ്സിന്റെ പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. എല്ലാം ഡിജിറ്റൽ പ്രിന്റിലാണ്. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിൽ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ പ്രിന്റാണ് എല്ലാം തന്നെ. അപ്പോൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ ഫുള്ളായിട്ട് കാണണേ. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് ഞാൻ ഈ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. പ്രിന്റഡ് ജോർജറ്റ് എല്ലാം വന്നിരുന്നത് 58 ഇഞ്ച് വിഡ്ത്തിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 75 റുപ്പീസിൻ്റെ പ്രൈസിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു 75 റുപ്പീസ് പെർ മീറ്റർ ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. വിത്തൗട്ട് ലൈനിങ് ചെയ്യാൻ പറ്റില്ല, വിത്ത് ലൈനിങ്ങിൽ തന്നെ ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, സ്മൂത്ത് ആയിട്ടുള്ള കളേഴ്സാണ്. നമുക്കിങ്ങനെ ഫ്രോക്ക് മോഡലുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ആലിയ കട്ട് അതല്ലെങ്കിൽ ലെയർ ആയിട്ടുള്ള എന്താ പറയുന്നത് അങ്ങനത്തെ ഡ്രസ്സില്ലേ, അങ്ങനത്തെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്ന പോലത്തെ ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പീച്ച് വൈറ്റ് കളറിൽ തന്നെ പീച്ച് ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ഇതിന് രണ്ട് ഭാഗമുണ്ട്. നമ്മൾ കാണിക്കുന്ന എല്ലാ ഫാബ്രിക്കിന് രണ്ട് ഭാഗം തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നല്ല ഭാഗം നിങ്ങളെ കാണിച്ചു തരാം. 58 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. 75 റുപ്പീസ് പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേണിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ലൈനിങ് വേണം കേട്ടോ, വിത്തൗട്ട് ലൈനിങ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പേരൊക്കെ ചോദിക്കും അങ്ങനെ. കണ്ടോ, ഇത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിലും നമുക്ക് എന്താ പറയുന്നത്, ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല എങ്കിലും നമുക്ക് വിത്ത് ലൈനിങ്ങിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീഡിയോയിനകത്ത് ചില പ്രൊഡക്റ്റിന് കളർ ചേഞ്ച് വരുന്നുണ്ട്. ഞാനത് എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, ഇന്ന് പറഞ്ഞില്ല. നമ്മൾ മൊബൈലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ മനസ്സിൽ കണ്ടിട്ട് വേണേൽ പർച്ചേസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് അതേ പ്രിന്റിൽ തന്നെ പിങ്ക് കളറിൽ വന്നിട്ടുള്ളതാണ്. ഏത് കളറാണ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാന്നുള്ളതൊരു ബുദ്ധിമുട്ട് പോലെ, നമുക്ക് അത്രയും പേസ്റ്റൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ. ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണിത് വരുന്നത്. 58 ഇഞ്ച് വിഡ്ത്താണ്. 75 റുപ്പീസാണ് പെർ മീറ്റർ. പ്രിന്റഡ് ജോർജറ്റ് ആണ്. 58 എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ കൺസപ്ഷൻ കുറവായിരിക്കും. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 44 ഇഞ്ച് എടുക്കുന്നതിനേക്കാളും കുറവ് മതിയാകും. നെക്സ്റ്റ് വൺ കാണുന്നത് ഗ്രേ കളറിൽ വന്നിട്ടുള്ളതാണ്. ഗ്രേ കളറിനകത്താണ് എൻ്റെ പ്രിന്റ് പോയിരിക്കുന്നത്. വൈറ്റ് കളറിൽ നിന്ന് ഒരു ബേസ് ഒരു വൈറ്റ് തന്നെയാണ് എല്ലാത്തിൻ്റെയും. അതിനകത്ത് പോയിരിക്കുന്ന പ്രിന്റിന്റെ കളറിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ബ്ലാക്കും അതുപോലെ ഡാർക്ക് ഒരു ബ്ലൂ കളറാണ്, കുറച്ചുകൂടി സ്പോട്ടി ആയിട്ടുള്ള ഒരു കളറായിട്ട് അതിനകത്ത് പോയിരിക്കുന്നത്. ക്ലോസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഈ പ്രിന്റിന്റെ തന്നെ ഒരു കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ്. പ്രിന്റഡ് ജോർജറ്റിൽ 58 ഇഞ്ചിൽ 75 റുപ്പീസ് പെർ മീറ്ററിലുള്ള ഫാബ്രിക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഈ കാണുന്ന ഡിസൈനിൻ്റെ ലാസ്റ്റ് കളറാണ് നമ്മളിന്ന് കാണുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഡിസൈൻ പോകുന്നത്. 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ പ്രൈസ് വന്നിരിക്കുന്നത് 75 റുപ്പീസ് പെർ മീറ്ററിലാണ്. ഇനി നമ്മൾ കാണുന്നത് വേറൊരു പ്രിൻ്റാണ്. നമ്മളിപ്പോൾ കണ്ടതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് വളരെ ചെറുതായിട്ടുള്ള ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. വളരെ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് പോയിരിക്കുന്നത്. 58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 75 റുപ്പീസാണ് പെർ മീറ്റർ. നമുക്ക് കാണാമല്ലോ. ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ അതിൻ്റെ ഡിസൈൻ മനസ്സിലാകും. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിലാണ് ഇനിയുള്ളതൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് വൈറ്റ് കളറിനകത്ത് തന്നെ പിങ്കും പീച്ചും ഗ്രേയും ബ്ലൂ ഒക്കെ ആയിട്ടുള്ളൊരു പ്രിന്റിലാണ് ഇത് പോകുന്നത്. ഞാനൊന്ന് ക്ലോസ് വ്യൂവിൽ കാണിക്കാം. അതിന് മുമ്പ് നമുക്കിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ് എല്ലാം തന്നെ. $58 ഇഞ്ച് വിഡ്ത്തിൽ 75 റുപ്പീസ് പെർ മീറ്ററിലാണ്. പ്രിന്റഡ് ജോർജറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ പീച്ച് കളറിലുള്ളതാണ്. പീച്ചിനകത്ത് ഒരു ഗ്രീൻ കളറിലുള്ള പ്രിന്റാണ് പോയിരിക്കുന്നത്. $58 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 75 രൂപയാണ് പെർ മീറ്റർ വന്നിരിക്കുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ അതിനകത്തുള്ള പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നതാണ്. നെക്സ്റ്റ് വൺ ഗ്രേ കളറിനകത്താണ്. ഗ്രേ കളറിനകത്ത് തന്നെ പിങ്ക് കളറിലും അങ്ങനെയുള്ളൊരു കളറിലാണ് ഇതിനകത്തുള്ള പ്രിന്റ് പോയിരിക്കുന്നത്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് വൺ ലെയർ ആയിട്ട് ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം കേട്ടോ. 58 ഇഞ്ച് വിഡ്ത്തിൽ 75 റുപ്പീസ് പെർ മീറ്ററിലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന്
കണ്ടത് പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. 2 ഡിസൈനിൽ 4 കളേഴ്സിലാണ് നമ്മൾ കണ്ടത്. 58 ഇഞ്ചാണ് വിഡ്ത്ത് വന്നിരിക്കുന്നത്, 58 ഇഞ്ചാണ് വിഡ്ത്ത് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 75 റുപ്പീസ് പെർ മീറ്റർ, 75 രൂപ പെർ മീറ്റർ. അങ്ങനെയാണ് പ്രൈസ് വന്നിരുന്നത്. നമുക്കൊരു ഫ്രോക്ക് മോഡലിലുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ അങ്ങനെ ഈ ആലിയ കട്ടിലുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്ന പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന, ഒഴുകി കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ് നമ്മളിന്ന് കണ്ടത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്.
ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM-നാണ് ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM-നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേൽ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.